ഹലോ അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. നമുക്കിത് മുട്ട വെച്ചിട്ടോ അല്ലെങ്കിൽ പനീർ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പം നമുക്ക് നോക്കാം. അപ്പം നമുക്ക് ചൂടായ ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂണ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ബട്ടർ ചേർക്കുമ്പോഴാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലോട്ട് 2 സവാള അരിഞ്ഞതും ഒരു 3-4 പച്ചമുളക് അരിഞ്ഞതും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നല്ലോണം ചെറുതാക്കിയിട്ട് അരിയണമെന്നില്ല കേട്ടോ. നമ്മളിത് പിന്നീട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ ഒന്നിച്ച് തന്നെ ചേർക്കാം കേട്ടോ. എന്നിട്ടിത് ഒന്ന് വഴറ്റി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അരച്ച് ചേർക്കുന്നതിനേക്കാളും. ഇനി ഇതിലോട്ട് 2 ടൊമാറ്റോ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി, അങ്ങനെ ഉടഞ്ഞ് പേസ്റ്റ് പരുവത്തിലാകണമെന്നൊന്നുമില്ല. നമ്മളിത് പിന്നീട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കണമെന്നില്ല കേട്ടോ, അല്ലാതെ തന്നെ നമുക്കിത് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. അപ്പം ഞാനിത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഒരു കടായിലോട്ട് ഒരു 2 ടീസ്പൂണ് ബട്ടർ ചേർത്തിട്ട് നമ്മൾ ഈ അരച്ച ഈ ഒരു മസാല പേസ്റ്റ് ചേർത്തിട്ടൊന്ന് ചെറിയ തീയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമുക്കിതിലോട്ട് 1/2 ടീസ്പൂണ് ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂണ് മുളക് പൊടിയും കൂടെ. മുളക് പൊടിയുടെ അളവ് വേണമെങ്കിൽ കൂട്ടിക്കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഓക്കെ, ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമുക്കിതിലോട്ട് 1/4 കപ്പ് ഫ്രഷ് ക്രീമും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെ ഈ ഒരു ഫ്രഷ് ക്രീം ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹോം മെയ്ഡ് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഫ്രഷ് ക്രീമാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് കറിയിലോട്ടൊക്കെ ചേർത്ത് കൊടുക്കാൻ പറ്റുമോയെന്ന്. അപ്പോൾ ഇത് ചെറുതായി തിള വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഞാനിവിടെ വേവിച്ച മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെറുതായി ഫ്രൈ ചെയ്തെടുത്ത പനീറോ അല്ലെങ്കിൽ വേവിച്ചെടുത്ത പനീറോ വേവിച്ച പൊട്ടാറ്റോയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 5 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂണ് കസൂരി മേത്തി ഒന്ന് ചെറുതായി ചൂടാക്കി എടുത്തിട്ട് ക്രഷ് ചെയ്തെടുത്ത കസൂരി മേത്തിയാണ്. ഇതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്, അതുപോലെ ചെറുതായിട്ട് തിളയൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതിലോട്ട് അവസാനമായിട്ട് 1 ടീസ്പൂണ് ബട്ടറും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ എഗ് കറിയാണിത്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.